ഹലോ ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പം എല്ലാവർക്കും സുഖമായിട്ടിരിക്കാൻ വിശ്വസിക്കുകയാണ്. അപ്പം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഒരു കമ്പനി അനാലിസിസ് ആണ്. സോ ഇത് നമ്മൾ ഒരുപാട് കമ്പനികളുടെ അനാലിസിസ് നമ്മൾ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. സോ ഇതൊരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ല, മറിച്ച് നമ്മളൊരു കമ്പനിയെ, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയെ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റാസും ഇൻഫർമേഷൻസും നമ്മളൊന്ന് അനലൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുകയാണ്. ടോട്ടലി ഇത് നമ്മുടെ സ്റ്റഡീസ് പർപ്പസിന് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. സോ ആരും ഇത് റെക്കമെൻഡേഷൻ ആയിട്ട് കാണരുത്. നിങ്ങൾ നിങ്ങളുടെ കമ്പനികളെ കുറിച്ച് പഠിക്കുന്ന ഒരു വീഡിയോയുടെ ഒരു ഭാഗമായിട്ട് മാത്രം കാണുക. ഓക്കെ, അപ്പം ഇതൊരു സ്മോൾ ക്യാപ് കമ്പനിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കമ്പനിയുടെ പേര് ഡെൻഡ വാട്ടർ ആൻഡ് ഇൻഫ്രാ സൊല്യൂഷൻസ് എന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ കമ്പനിയുടെ ഒരു ഫണ്ടമെന്റൽസ് അല്ലെങ്കിൽ കമ്പനിയുടെ ബിസിനസ് എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അതിനുശേഷം മാത്രം നമുക്ക് ടെക്നിക്കൽ ചാർട്ടിലേക്ക് പോകാം. ടെക്നിക്കൽ ചാർട്ടിൽ പോയി ചാർട്ടിൽ എന്താ നടക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. സോ വീണ്ടും ഓർപ്പിക്കുകയാണ്, ഇതൊരു ഇതൊരു റെക്കമെൻഡേഷൻ ഒട്ടുമേ അല്ല, ജസ്റ്റ് ഒരു കമ്പനിയെ കുറിച്ചുള്ള ഒരു പഠനമാണ്. നമ്മൾ ഇതേപോലെ ഇഷ്ടംപോലെ കമ്പനികൾ ഇങ്ങനെ സീരീസ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു കമ്പനിയും കൂടെ നമ്മൾ പഠിക്കുകയാണ്. ഡെൻഡ വാട്ടർ ഇൻഫ്രാ സൊല്യൂഷൻസ് എന്നാണ് കമ്പനിയുടെ പേര്. ഓക്കെ, ആദ്യം തന്നെ പറയാൻ ഇതൊരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. ആൻഡ് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണ്, നമുക്ക് ഇനിയുള്ള കാലത്തായാലും അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്താണ് ഒരു ഇന്ത്യ നേരിടാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് വെള്ളത്തിന്റെ ഒരു അവൈലബിലിറ്റി കുറയുക എന്നുള്ളതാണ്. അല്ലെ, രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും വെള്ളം കിട്ടുന്നില്ല എന്നുള്ളൊരവസ്ഥയുണ്ട്. സോ ആ ഒരു പ്രശ്നത്തെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഡെൻഡ വാട്ടർ ആൻഡ് ഇൻഫ്രാ സൊല്യൂഷൻസ്. ആൻഡ് ഈ ഒരു കമ്പനിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. സോ കമ്പനി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയുകയാണ്, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് വളരെ ആക്റ്റീവായിട്ട് മുമ്പോട്ട് പോവുകയാണ്. ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്, ദയവായിട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് ട്രേഡിംഗ് കരിയറിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കമ്പനിയെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കാം. ഒരു 1245 കോടിയുള്ള ഒരു സ്മോൾ ക്യാപ് അല്ലെങ്കിൽ സ്മോൾ ക്യാപ് കമ്പനി തന്നെയാണ് ഡെൻഡ വാട്ടർ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. കമ്പനിയുടെ ROC ആൻഡ് ROE എല്ലാം പോസിറ്റീവാണ്. കറന്റ് മാർക്കറ്റ് പ്രൈസ് 466 രൂപയാണ്. ഓക്കെ, എന്റെ മേജർലി വന്ന ഹൈ 477, ലോയിൽ 251, റീസെന്റ് ലിസ്റ്റഡ് കമ്പനികളിൽ ഒന്നാണ്. ഓക്കെ, അപ്പോൾ കമ്പനിയെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളെ സാധാരണക്കാരെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഓരോ കമ്പനികളെ ബിസിനസ്സിലെ പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്ന രീതിയിൽ ജസ്റ്റ് ഷോർട്ട് ആയിട്ട് ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ എല്ലാം പറയുകയാണ്. ആൻഡ് 2016 ഈ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തത്. ആൻഡ് ഡെൻഡ വാട്ടർ ഇൻഫ്രാ സൊല്യൂഷൻ എന്ന് പറയുന്നത് വാട്ടർ മാനേജ്മെന്റ്, ഇറിഗേഷൻ എന്ന ഈ ഒരു രണ്ട് സെഗ്മെന്റ്സിലാണ് കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് കീ പോയിന്റ്സ് അല്ലെങ്കിൽ വല്ല ഓവർവ്യൂയിലേക്ക് ഒന്ന് പോവാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഇതിൽ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ പ്രധാനപ്പെട്ട ബിസിനസ് എന്ന് പറഞ്ഞാൽ റീസൈക്കിൾ ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് വാട്ടർ വാട്ടർ റീസൈക്ലിംഗ് ആണ് ഇവിടെ പ്രധാനപ്പെട്ട ബിസിനസ് എന്ന് പറഞ്ഞാൽ. പിന്നെ രണ്ടാമത്തെ ഇവിടെ പ്രധാനപ്പെട്ട ബിസിനസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇറിഗേഷൻ പ്രൊജക്ട്സ് എടുത്ത് ചെയ്യുക എന്നാണ്. വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇറിഗേഷൻ പ്രൊജക്ട്സ് എടുത്ത് ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവർ ഈ ഒരു പ്രൊജക്ട്സിൽ തന്നെ ഡെൻഡ വാട്ടർ ഇൻഫ്രാ സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ വേറൊരു ഡൈവേഴ്സിഫിക്കേഷൻ അവർക്കുള്ളത്, ഇവര് റോഡ് അല്ലെങ്കിൽ റെയിലിന്റെ ഒക്കെ പ്രൊജക്ട്സ് അവർ കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്നുണ്ട്. ഇതുവരെ 38ഓളം പ്രൊജക്ടുകൾ ഈ കമ്പനി പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവരിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ബാംഗ്ലൂരിലെ KC വാലി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ വേസ്റ്റ് വാട്ടർ റീയൂസ് ഫെസിലിറ്റിയും കൂടെയാണ്. അത് നമ്മുടെ ഡെൻഡ വാട്ടറിന്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇവരുടെ പ്രധാനപ്പെട്ട പ്രൊജക്ടുകൾ ഇവർക്ക് കിട്ടുന്നത് ജൽജീവൻ മിഷൻ അല്ലെങ്കിൽ അടൽ ജൽ പ്രൊജക്ടിന്റെ ഒക്കെ ഭാഗമായിട്ട് സർക്കാരിന്റെ തന്നെ ഒരുപാട് മേജർ പ്രൊജക്ട്സ് ഇവർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവരെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്ട്സ് അവർ ഓരോ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ചെയ്യുന്നുണ്ട്. മെയിൻലി ഇവിടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അറിയാം, കർണാടകയിലാണ് ഇവർ ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഇവിടെ ബിസിനസ് കർണാടകയിലാണ്. ആൻഡ് ഇവരിപ്പം ചെയ്യുന്ന ഇവിടെ സ്ട്രാറ്റജിക്കലി അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്ന, വെള്ളത്തിന് ദൗർബല്യമുള്ള സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, ഗുജറാത്ത് ആയാലും ഉത്തർപ്രദേശ്, ഹരിയാന അല്ലെങ്കിൽ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, UP, ഈ മേഖലകളിലേക്കെല്ലാം ഇവരുടെ ബിസിനസ് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എവിടെയാണോ വാട്ടറിന് എന്താ പറയുക വെള്ളത്തിന് ക്ഷാമം ഉള്ളത് ആ മേഖലകളിലെത്തി അവിടെ ഇതേപോലത്തെ ഡെൻഡ വാട്ടറിന്റെ സർവീസ്, അതായത് വേസ്റ്റ് വാട്ടർ റീയൂസ് ചെയ്യാനും റീസൈക്കിൾ ചെയ്യാനുമുള്ള കാര്യങ്ങൾ പ്രൊജക്ടുകൾ ചെയ്ത് അവർ അങ്ങനത്തെ മേഖലകളിലേക്ക് കൂടുതൽ കടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇവിടെ ഓർഡർ ബുക്ക് നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആണ്. 5936 കോടിയിലധികം വരുന്ന ഓർഡർ ബുക്കുകളിൽ ഇവർക്ക് അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇവരുടെ പ്രധാനപ്പെട്ട ബിസിനസ്സിലേക്ക് നമുക്ക് നോക്കാം. വേറെ എന്താണ് നമ്മൾ സാധാരണക്കാരെ മനസ്സിലാക്കിയിരിക്കേണ്ടതെന്ന് നോക്കാം. ഇവരുടെ എന്തൊക്കെ സർവീസാണ് അവർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇവർ പല രീതിയിലുള്ള സർവീസ് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു വാട്ടർ മാനേജ്മെന്റ് പ്രൊജക്ട് അവരുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അവർ ആദ്യം ചെയ്യുന്നത് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ആണ് അവർ ആദ്യം ചെയ്യുന്നത്. പിന്നെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡീസ്, ഇതൊക്കെ ഈ ഒരു പ്രൊജക്ട് ഇവിടെ നടപ്പാവാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റിൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ അത് വരുമാനം കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു കാര്യം. പിന്നെ പ്ലാനിങ്ങും പ്രൊജക്ട് ഫോർമുലേഷനും നടത്തും. പിന്നെ ഫീൽഡ് സർവേയും അവിടുത്തെ ഫീൽഡ് സർവേ നടത്തും. പിന്നെ സോയിൽ ടെസ്റ്റ്, ഇതെല്ലാം അവർ നേരിട്ട് നടത്തുകയാണ്. ശേഷം ഡിസൈനും ടെൻഡർ ബിഡിംഗ് ചെയ്യും, പ്രൊജക്ട് മാനേജ്മെന്റ് ചെയ്യും, കൺസ്ട്രക്ഷൻ സൂപ്പർവിഷൻ അടക്കം A to Z അവർ
ഓവറോൾ നിന്ന് ഈ കമ്പനി ഏറ്റെടുത്ത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് പ്രൊജക്ട് സർക്കാരിന്റെ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അവരുടെ ഓർഡർ ബുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ അറിയാം, മോസ്റ്റ്ലി 32ഓളം പ്രൊജക്ട് അവർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ആൻഡ് 17ഓളം പ്രൊജക്ടുകൾ, വലിയ പ്രൊജക്ടുകൾ ഓൺ ഗോയിങ് ആണ്. അതായത് ഇവിടെ അതിന്റെ വാല്യൂ എന്ന് തന്നെ പറയുന്നത് 11,000 കോടിയിലധികം മൂല്യം വരുന്ന വലിയ വലിയ പ്രൊജക്ടുകളാണ് ഇവരെടുത്ത് ചെയ്യുന്നത് തന്നെ. പിന്നെ കമ്പനിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമുണ്ട്. ഞാനിത് ആദ്യം കമ്പനിയെ കുറിച്ച് പഠിച്ചപ്പോഴത്തേക്ക് എനിക്ക് അത്ഭുതം തോന്നി. ഒരു ഡെൻഡ വാട്ടർ ഇൻഫ്രാ സൊല്യൂഷൻ എന്ന കമ്പനി എന്തിന് ഇങ്ങനെ ഒരു ബിസിനസ് ഡിസിഷൻ എടുത്തു എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നി. അതായത് കമ്പനി എന്ന് പറഞ്ഞാൽ റീസെന്റ് അവർ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അവർ 98 ഏക്കറോളം ഭൂമി അല്ലെങ്കിൽ കൃഷിഭൂമി വാങ്ങി. എന്താണ് അവിടെ ഉണ്ടാവുന്ന കൃഷിയിലെ പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് കോഫി, പെപ്പർ ആൻഡ് കാർഡമൻ, എന്നാൽ ഏലക്ക അല്ലെങ്കിൽ പെപ്പർ, കോപ്പർ, കുരുമുളക് അല്ലെങ്കിൽ കോഫി, ഈ ഒരു പ്ലാന്റേഷൻ അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് മടിക്കേരി ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് കർണാടകയിലെ ഫേമസ് ആയിട്ടുള്ള വില്ലേജ് ആണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ നിന്ന് ഈ ഒരു കൃഷി ചെയ്യുന്ന സ്ഥലം 98 ഏക്കറോളം അവർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അവർ ചെയ്യുന്ന അതിലെ അടുത്ത ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ടപ്പോൾ വീണ്ടും ഒരു നെട്ടലോടെയാണ് വായിച്ചത്. അവർ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇവിടെ ഉടുപ്പി ഡിസ്ട്രിക്റ്റിലെ ഒരു ഹോം സ്റ്റേ അല്ലെങ്കിൽ റിസോർട്ട് അവർ നടത്തുന്നുണ്ട്. അതായത് 21 ഫുള്ളി ഫർണിഷ്ഡ് റൂമുള്ള ഒരു റിസോർട്ട് ഉടുപ്പി മേഖലകളിൽ ഇപ്പൊ ഡെൻഡ വാട്ടർ ഇൻഫ്രാ സൊല്യൂഷന്റെ കീഴിൽ നടപ്പാക്കുന്നുണ്ട്. അത് കേട്ടപ്പോഴത്തേക്കും വളരെ രസകരമായിട്ട് തോന്നി. അതായത് വാട്ടർ ആൻഡ് ഇൻഫ്രാ സൊല്യൂഷൻ നടത്തുന്ന കമ്പനി എന്തുകൊണ്ട് ഒരു പ്ലാന്റേഷൻ വാങ്ങുന്നു അല്ലെങ്കിൽ ഒരു റിസോർട്ട് വാങ്ങുന്നു എന്നൊക്കെ ചിന്തിച്ചപ്പോഴത്തേക്കും എന്തോ അത്ഭുതമായിട്ട് തോന്നി. ബട്ട് അവരുടെ ഡൈവേഴ്സിഫിക്കേഷന്റെ ഭാഗമായിരിക്കും. അതൊരു അസറ്റ് ആയിട്ട് അവർ എന്തായാലും അവരുടെ കമ്പനിയിലുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാം കമ്പനിയിലെ റവന്യൂ ബ്രേക്കപ്പ് നോക്കുകയാണെങ്കിൽ വാട്ടർ മാനേജ്മെന്റ് വർക്കിലൂടെ 93%, റോഡ് വർക്കിലൂടെ 2%, റെയിൽവേ വർക്കിൽ 2% ആണ് അവർക്കുള്ളത്. പിന്നെ ഇവരുടെ മജോറിറ്റി കോൺട്രാക്ട്സും സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ 75 ലക്ഷത്തോളം ഇക്വിറ്റി ഷെയർസ് ആണ് കഴിഞ്ഞ IPO വഴി അവർ റേസ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് ബേസിക്കലി ഇവിടെ പ്രോസ് എന്താണെന്ന് നോക്കിയാൽ അവർ കമ്പനിയുടെ ഡെപ്റ്റ് വളരെയധികം കുറച്ചിട്ടുണ്ടെന്നുള്ളത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ ആണ്. പിന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നതും സാമാന്യം കൂടുതലായിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഡെപ്റ്റ് ഡേയ്സ് കൂടുതലാണെന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമാണ്. ഓക്കെ, പിന്നെ ഇവരുടെ ഈ ഒരു മേഖലകളിൽ വാട്ടർ ഇറിഗേഷൻ മേഖലയിൽ ഒരുപാട് എന്താ പറയാ കോമ്പറ്റീറ്റേഴ്സ് ഒന്നും ഇല്ല. അതിന് ലിസ്റ്റഡ് കമ്പനീസും കുറവാണ്. ഡെൻഡ വാട്ടർ ഒരു മാക്സിമം അവര് ഈ ഒരു മേഖലയിലേക്ക് ഇടിച്ചു കയറി വരാനായിട്ട് നോക്കുന്നുമുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ക്വാർട്ടർലി റിസൾട്ട് വന്ന് നോക്കിക്കളാം. സെയിൽസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പറയാം ജൂൺ 2025 വന്ന റിസൾട്ട് പ്രകാരം 67 കോടിയുടെ സെയിൽസ് അവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പോസിറ്റീവ് ആണ്. എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ 45 കോടിയാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 22 കോടി ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ OPM പെർസെന്റ് നോക്കുകയാണെങ്കിൽ 33% ആണ് അവർ ജനറേറ്റ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കഴിഞ്ഞ ഈ ക്വാർട്ടറിൽ നോക്കുകയാണെങ്കിൽ 25 കോടിയാണ്. കഴിഞ്ഞ ക്വാർട്ടറിൽ 19 കോടിയിൽ നിന്നാണ് 25 കോടിയിലേക്ക് പോയത്. ഓക്കെ, അതൊരു പോസിറ്റീവ് കാര്യമാണ്. നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 19 കോടിയാണ് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ ഇയർലി നോക്കാം. നമുക്ക് സെയിൽസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാർച്ച് 2024 239 കോടിയാണെങ്കിൽ ഈ ഒരു 2025 ഇയർലി നോക്കുകയാണെങ്കിൽ 203 കോടിയാണ്, ലേശം കുറവുണ്ട്. ഓക്കെ, അതിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 68 കോടിയാണ്. കഴിഞ്ഞ മാർച്ച് വെച്ച് നോക്കുമ്പോൾ ലേശം കുറഞ്ഞിട്ടുണ്ട്. ബട്ട് കോർ ബിസിനസ് സ്ട്രോങ് തന്നെയാണ്. പിന്നെ നമുക്ക് നോക്കാം വാല്യുവേഷൻ ബേസ് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. വാല്യുവേഷൻ ബേസ് ആണെങ്കിൽ കുറച്ച് ഈ പ്രൈസ് കുറച്ച് കൂടുതലാണെന്നൊക്കെ തോന്നും. ബട്ട് ഇവർ ഈ മാർജിനൊക്കെ നിലനിർത്തുവാണെങ്കിൽ ബേസിക്കലി ഇവിടെ ബിസിനസ് പ്രീമിയമുള്ള കാലത്ത് നല്ല രീതിയിൽ പോകാൻ തന്നെയാണ് സാധ്യത. നമുക്കത് നോക്കാം. പിന്നെ ഇക്വിറ്റി ക്യാപിറ്റൽ നോക്കട്ടെ. ഇക്വിറ്റി ക്യാപിറ്റൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാർച്ചിൽ 19 ക്രോർസ് ആയിരുന്നു. ആൻഡ് ഇപ്പൊ നോക്കാൻ 27 കോടിയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റിസർവ് 145 കോടിയിൽ നിന്ന് 382 കോടിയായിട്ട് ഡബിൾ ആയിട്ട് മോസ്റ്റ്ലി വർദ്ധിച്ചിട്ടുണ്ട്. ബോറോയിങ്സ് 1 crore ആണ്, അത് ഓക്കെയാണ്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ 2024 7 കോടി, അതിപ്പം 2 കോടിയോളം ആയിട്ടുണ്ട്. ഓക്കെ, ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി നെഗറ്റീവ് ആണ്, 72 ക്രോർസ് ആണ്. കഴിഞ്ഞ മാർച്ചിലാണെങ്കിൽ 27 കോടി ആയിട്ടുണ്ടായിരുന്നു. ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി 0 ആയിരുന്നു മാർച്ച് 2024, അതിപ്പോൾ 18 ക്രോർസ് ആയിട്ടുണ്ട്. ക്യാഷ് ഫ്രം ഫിനാൻസിംഗ് ആക്ടിവിറ്റി -1 നിന്ന് 191 ക്രോർസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, നെറ്റ് ക്യാഷ് ഫ്ലോ 137 ക്രോർ ആണ് ഉള്ളത്. പിന്നെ ഡെപ്റ്റർ ഡേയ്സ് കൂടുതലാണെന്ന് പറഞ്ഞു, അതൊരു വലിയ നെഗറ്റീവായിട്ട് കിടപ്പുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ 39 ആണെങ്കിൽ അത് 154 കോടിയായിട്ട് കിടപ്പുണ്ട്. ഓക്കെ, ഇൻവെന്ററി ഡേയ്സ് 1306 ആണ്. പിന്നെ നമുക്ക് പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കാം. പ്രൊമോട്ടേഴ്സ് മെയിൻലി നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ 71.91% പ്രൊമോട്ടർ ഹോൾഡിംഗ്, അത് ഈ മാർച്ചിലും 71.91 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ FIA ഹോൾഡിംഗ് 1.88 നിന്ന് 1.11% ആയിട്ട് ലൈറ്റ്ലി കുറച്ചിട്ടുണ്ട്. അതിന്റെ DIASന്റെ ഹോൾഡിംഗ് ആണെങ്കിൽ 5.12% നിന്ന് 2.86% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. പബ്ലിക് ഹോൾഡിംഗ് ആണ് കൂടിയിട്ടുള്ളത്, 21% നിന്ന് 24% ആയിട്ട് കൂടിയിട്ടുണ്ട്. പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒക്കെ ആണെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും FIA ആൻഡ് DIA ഹോൾഡിംഗ്സ് കഴിഞ്ഞ ക്വാർട്ടറിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ക്വാർട്ടറിൽ കുറവാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ അടുത്ത നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ചാർട്ടാണ്. ടെക്നിക്കൽ ചാർട്ട് എങ്ങനെയുണ്ടോ നമുക്കൊന്ന് പരിശോധിക്കാം. കമ്പനിയുടെ ടെക്നിക്കൽ ചാർട്ട് നോക്കുകയാണെങ്കിൽ എന്തായാലും രസകരമായ പാറ്റേൺസ് നമുക്കിവിടെ കാണാം. കമ്പനി ഇപ്പം കറന്റ് മാർക്കറ്റ് പ്രൈസ് 466 രൂപയിൽ നിൽക്കുകയാണ്. ഇത് നമ്മുടെ സ്വിംഗ് ട്രേഡിംഗ് ഗ്രൂപ്പിൽ ഞാൻ സ്വിംഗ് ട്രേഡ് ആയിട്ട് എടുത്ത ഒരു സ്റ്റോക്കാണ്. മേ ബി നമ്മൾ എടുത്തത്
നമ്മൾ എടുത്ത റേഞ്ച് എന്ന് പറയുന്നത് 318 ആണ്. ഈ റേഞ്ചിലാണ് നമ്മൾ ട്രേഡ് എടുത്തിട്ടുള്ളത്. ഈ റേഞ്ചിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതുവരെ ഹോൾഡ് ചെയ്യുന്നുണ്ട് സിം ട്രേഡിംഗ് ഗ്രൂപ്പിൽ. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ എടുക്കുന്ന ട്രേഡ്സ് എല്ലാം ഞാൻ മാക്സിമം അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. സോ നമ്മൾ എടുത്ത റേഞ്ച് ഇതാണ്. ഡെൻഡ വാങ്ങിയിട്ട് ഹോൾഡ് ചെയ്യുന്ന ഈ ഒരു റേഞ്ചിൽ നമ്മൾ വാങ്ങി. ആൻഡ് നമ്മൾ ഇപ്പോൾ ഇന്നലെ 466 ഒരു സമയം നല്ല ക്ലോസിംഗ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചാർട്ട് അതായത് കമ്പനിയെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് മനസ്സിലാവുന്നുണ്ട്. അതായത് മെയിൻലി വാട്ടർ പ്രൊജക്ട്സ് ആണ് അവർ ചെയ്യുന്നത്. അതിന്റെ കൂട്ടത്തിലാണ് അവരിപ്പോൾ പുതിയതായിട്ട് രണ്ട് ഇൻവെസ്റ്റ്മെന്റ്സും കൂടെ നടത്തിയത്. അതൊരു എന്താ പറയുക ഒരു കർണാടകയിലെ ഒരു റിസോർട്ടും ഒരു 98 crore പ്ലാന്റേഷനാണ് അവർ വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ടെക്നിക്കലി നമുക്ക് നോക്കാൻ ഒരു IPO ബേസ് നമുക്ക് ഇവിടെ കാണാം. ഈ IPO ബേസിൽ നിന്നാണ് ഈ സ്റ്റോക്ക് ഒരു അപ്സൈഡ് മൊമെന്റം തന്നത്. ഒരിക്കൽ ബ്രേക്ക് ചെയ്തു, ജസ്റ്റ് താഴെ വന്നു. ആൻഡ് ഇപ്പോൾ കറക്റ്റ് മൊമെന്റത്തിലാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. ഒരു ഹയർ ഏരിയയിലേക്ക് പോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡെൻഡ വാട്ടർ എന്ന് പറഞ്ഞ സ്റ്റോക്ക്. സോ ടെക്നിക്കലി നമുക്ക് ഇതിൽ അധിക കാര്യങ്ങളില്ല. ഇപ്പൊ റീസെന്റ് ലിസ്റ്റഡ് IPO സ്റ്റോക്ക് ആണ്. ആൻഡ് ഒരു പോസിറ്റീവ് മൊമെന്റവും നിലനിർത്തുന്നുണ്ട്. സോ നിങ്ങൾ ഈ കമ്പനിയെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ടിലുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാം നമ്മുടെ ടെലിഗ്രാമിൽ. ഞാൻ എപ്പോഴും എന്നെ കഴിയുന്നവർക്കെല്ലാം ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള ഒരു കമ്പനി, ഒരു ഡെൻഡ വാട്ടർ ഇൻഫ്രാ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ് കമ്പനി വേറൊരു ഡൈവേഴ്സിഫിക്കേഷനിൽ പോയിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? സോ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഭാവിയിൽ ഈ കമ്പനിയുടെ പെർഫോമൻസ് എല്ലാം വിലയിരുത്താം. ഈ 466 എന്നുള്ള ഒരു പ്രൈസിൽ നിന്നും ഈ സ്റ്റോക്കിന് അപ്പ് പോകാൻ വരുമോ അതോ ഡൗൺ സൈഡ് വരുമോ എന്നുള്ളതെല്ലാം നമുക്ക് ഫ്യൂച്ചറിൽ വീഡിയോ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇന്നത്തെ ഈ കമ്പനി അനാലിസിസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആവും ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാവുന്ന ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ദയവായി ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാം. എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാം. നമുക്ക് എന്തായാലും നമ്മുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.